രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും ഓൺലൈൻ മാധ്യമങ്ങളിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം വാർത്തകൾ പടച്ചുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ പടച്ചു വിടുന്നതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി പറയുന്നതിനപ്പുറത്തേക്ക് താൻ കടക്കില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ പ്രതികരണം. ഇനി താൻ പാർട്ടിയെ തള്ളിക്കൊണ്ട് പാലക്കാട് മത്സരിക്കും, സ്വതന്ത്രനായി മത്സരിക്കും, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും, പാർട്ടി വലിയ ഭയപ്പാടിലാണ്, പാർട്ടിക്ക് വെല്ലുവിളിയായി രാഹുൽ പാലക്കാട് ഉണ്ടാകും. ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായിട്ട് ഈ അന്തംഗമ്യ അടിമകളുടെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം അതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടം വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയകളിൽ ഈ CPM-ൻ്റെ തന്നെ സൈബർ ഹാൻഡിലുകൾ, VD സതീശനെ തെറി വിളിക്കുന്ന സൈബർ ഹാൻഡിലുകൾ, ആ സൈബർ ഹാൻഡിലുകളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കടുത്ത വെല്ലുവിളിയായി പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും, കോൺഗ്രസിന് തീരാ തലവേദന എന്നൊക്കെ പറഞ്ഞ് പല തലക്കെട്ടുകൾ നൽകി. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാമോ? കോമഡി എന്ന് പറയുന്നത് രാഹുൽ ഓൾറെഡി ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് UDF-ൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് മറ്റൊരാൾ ടീം പറയാന്ന് രാഹുലിനെ കോൺഗ്രസ് മത്സരിപ്പിക്കൂല, അതുകൊണ്ട് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തുമാത്രം ആഭാസത്തരമാണ് ഇവരുടെ ഏർപ്പാടുകളെന്ന്. ഒരു മയം വേണ്ടടോ പറയുന്ന കാര്യങ്ങളിൽ. രാഹുൽ ഓൾറെഡി അവിടെ പാലക്കാട് സിറ്റിംഗ് MLA ആണ്. അപ്പോൾ ആ സീറ്റിൽ തന്നെ തനിക്ക് മത്സരിക്കുവാനുള്ള എല്ലാ പരിപാടികളും, മത്സരിക്കുവാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതയാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് സീറ്റ് നൽകൂല, കോൺഗ്രസ് രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കും, കോൺഗ്രസ് മറ്റേ കണ്ണൻ ഗോപിനാഥനെ മത്സരിപ്പിക്കും, കോൺഗ്രസ് ശ്രീനാഥ് ദേവിയെ മത്സരിപ്പിക്കും, കോൺഗ്രസ് K മുരളീധരനെ മത്സരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മത്സരിക്കൂല. എന്നിട്ട് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് കൂടിയാണ്, കോൺഗ്രസിനോട് പ്രതികാരം ചെയ്യാൻ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. എന്ത് തേങ്ങാത്തൊലിയാണോ നിങ്ങൾ ഈ പറയുന്നത്? രാഹുൽ എന്തിനാ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്? അയാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാണ്. പിന്നെ അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് എന്തിനാ? അയാൾ MLA ആയത് കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചിട്ടാണ്. അതുപോലെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടർ പറയാ രാഹുൽ സ്വതന്ത്രനാവും. എന്തോന്നറോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ CPM സൈബർ ഹാൻഡിലുകളും CPM ഈ പറയുന്ന മാപ്രകളും CPM-ൻ്റെ ഈ പറയുന്ന കൊതം താങ്ങികളായിട്ടുള്ള മാപ്രകളും ചേർന്ന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ എന്താ ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇവരുടെ എന്താ കാര്യം? ഇപ്പോൾ രാഹുലിനെ ടിഷും താഴെ വീഴ്ത്താൻ നോക്കി, നടന്നില്ല. മാത്രമല്ല രാഹുൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുക. അപ്പോൾ എടുത്തതൊക്കെ വെറുതെ ആയോ? രാഹുൽ മത്സരിക്കില്ല എന്ന് ആദ്യം കരുതിയെങ്കിലും ഇപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വതന്ത്രനായിട്ടല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അവിടെയാണ് ഈ ഗൂഢാലോചനക്കാരുടെ മുഖത്തേറ്റ അടിയായി മാറുന്നത്. കാരണം കോൺഗ്രസ് തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, അതും കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്തപ്പോൾ ചെയ്യുക? ഇനി ഒരു കുത്തിത്തിരിപ്പ് മാത്രമേ കയ്യിൽ ബാക്കിയുള്ളൂ. ആ ഏർപ്പാട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന പല ആളുകളുടെയും, ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല കാരണം വീണ്ടും ഇത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പല ആളുകളുടെയും പേരുകൾ ഇങ്ങനെ വിളിച്ച് സതീശൻ നിർദ്ദേശം നൽകി, സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി, രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി, ഷാഫിയുടെ നോമിനി ഇതാ വരുന്നു, അങ്ങനെ പല വാർത്തകൾ നിങ്ങൾ കണ്ടില്ലേ? K മുരളീധരനെ പാലക്കാട് നിർദ്ദേശിച്ച് ആരായിരുന്നു? VD സതീശനായിരുന്നു. രമേശ് പിഷാരടിയെ ആരുടെ നോമിനിയായിരുന്നു? ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായിരുന്നു. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയെ കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായി. എന്ത്? രാഹുൽ മത്സരിക്കില്ല, പകരം ശ്രീനാഥ് ദേവിയെ നിർദ്ദേശിച്ച് രാഹുൽ മാങ്കൂട്ടം. ഒന്ന് ആലോചിക്കണം. പിന്നെ അതിനിടയിൽ KC വേണുഗോപാലിൻ്റെ നോമിനിയായിട്ട് കണ്ണൻ ഗോപിനാഥൻ IAS കൂടി കൊണ്ടുവന്നു. ഇപ്പോൾ
അങ്ങനെ പല ആളുകളെ കൊണ്ടുവന്നു. എന്നാൽ ഇതിപ്പോൾ ആരെങ്കിലും കോൺഗ്രസ് നേതൃത്വം, ഇപ്പോൾ കെ സിയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ വി ഡി സതീശനോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയോ, രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എന്ത് നിർദ്ദേശം നൽകാനാ അല്ലേ? അപ്പോൾ ഇവരാരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഇവരുടെ നോമിനികളെ ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താണ്? പിന്നെ ഒരു വാർത്ത വേണം. ആ വാർത്തയുടെ ആധാരം എന്താണ്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ഇതെന്താ കാര്യം എന്നറിയാമോ? സ്വാഭാവികമായിട്ടും ഒന്നിലേറെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് പല പേരുകളോട് താല്പര്യങ്ങളുണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഉയർന്നു കേൾക്കുക, എന്നിട്ട് ഒരു നിമിഷത്തിൽ ഇവരാരും അല്ലാതെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാവുക. അപ്പോൾ എന്താകും? ഈ പറയുന്ന ആളുകളെ പിന്തുണച്ച ആളുകൾക്കെല്ലാം ഒരു ദേഷ്യം ഈ സ്ഥാനാർത്ഥിയോടുണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം ഒന്ന് കലക്കിയിട്ട് അതിലൂടെ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്നും ഏൽക്കുന്നില്ല. ഇതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് CPM ഇറക്കുന്ന ഒരു പരിപാടിയും വിജയം കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇതൊന്നും, കാരണം ഇവർ തന്നെയാണ് ഇതിനെ മാറ്റി പറയേണ്ടി വന്നത്. ഇപ്പോൾ മുരളീധരനെ പിന്നെ സതീശ് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് പറയുന്നത് പിഷാരടിയെക്കുറിച്ച് സതീശനോട് ചോദിക്കുന്നതും ഇതേ ആളുകൾ. മനസ്സിലായില്ലേ? അപ്പോൾ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കില്ലേ? അങ്ങനെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ ഇത് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ. പക്ഷേ കേൾക്കുന്നതൊക്കെ ഇവരുടെ മൈൻഡിലുണ്ട്, ഓർമ്മയിലുണ്ട്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇന്ന് പറയാണ് പാലക്കാട് മുരളി, 2 ദിവസം കഴിയുമ്പോൾ പറയും ശ്രീനാദേവി, 4 ദിവസം കഴിയുമ്പോൾ പറയും കണ്ണൻ ഗോപിനാഥൻ, പിന്നെ ഒരു 10 ദിവസം കൂടി ആകുമ്പോഴേക്കും പറയും ഇല്ല രമേശ് പിഷാരടി. ഇതൊക്കെ ജനങ്ങൾ ഓർത്തു വെക്കല്ലേ? ഈ പറയുന്നതിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ ഇപ്പം ന്യൂസ് റൂമിൽ ഇൻചാർജിനുള്ള ഒരു എഡിറ്റർ ഇൻ ചീഫ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇൻചാർജിലുള്ളൊരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി ആദ്യം ഒരു 1-2 സെലക്റ്റഡ് റിപ്പോർട്ടർമാരുണ്ടാവും. ഒന്നില്ലെങ്കിൽ അതിൽ കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നില്ല തിരുവനന്തപുരം ബ്യൂറോ ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചി ബ്യൂറോ ആയിരിക്കും. ഇങ്ങോട്ട് മുകളിലോട്ട് പോല് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമായതുകൊണ്ട് പാലക്കാട് നിന്നുള്ള റിപ്പോർട്ടർ കൂടി ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവരെയൊക്കെ രാവിലെ തന്നെ വിളിച്ചു പറയും. ഞാൻ ഏത് നിമിഷവും ഏതെങ്കിലും ഒരു ലൈവിൽ നിന്ന് വിളിക്കും. അപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകും. അതിന് ചില കാര്യങ്ങൾ വളച്ച് വക്രീകരിച്ച് ഉണ്ടാക്കി വെച്ചോളണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഇരുന്ന് ഇമാജിൻ ചെയ്ത് ഒരു മനസ്സിലൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ലൈവിൽ ഒരു കോൾ വരും. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം ആദ്യം തന്നെ ഇടും. ആ ചോദ്യം ഇടുമ്പോൾ ഇവനക്ക് മനസ്സിലാവും എന്താണ് ടോപ്പിക്ക്, ഏത് ലൈനിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടതെന്ന്. അപ്പോഴേക്കും ഇവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടാവും, പോയിന്റുകൾ. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് ഇവൻ്റെ ലൈനിൽ ഇതൊക്കെ അങ്ങോട്ട് തട്ടിവിടും. അപ്പം അങ്ങനെ വന്നതാണ് ഈ പറയുന്ന സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പിൽ കൊടുത്ത ലിസ്റ്റിൽ പാലക്കാട് രമേശ് പിഷാരടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് രമേശ് പിഷാരടിയുമായി സംസാരിക്കുമ്പോൾ രമേശ് പിഷാരടി സമ്മതം അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. അത് രമേശ് പിഷാരടി അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഉടനെ അടുത്ത വാർത്ത വരുന്നു. എന്താ വാർത്ത? രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു, സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള തത്രപ്പാടുകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടുകൾ. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? രാഹുലിൻ്റെ നയവും നിലപാടും എന്ന് പറയുന്നത്, ഞാൻ പല ആവർത്തി പറഞ്ഞതാ, അയാൾ അടിമുടി പാർട്ടിയാ. മനസ്സിലായില്ലേ? അയാൾ കസേരയോ അധികാരങ്ങളോ മറ്റു ഒന്നും കണ്ടിട്ടല്ല പാർട്ടിയിലേക്ക് എത്തിയത്. അയാൾക്ക് പാർട്ടിയിലേക്ക് എത്താൻ പല വൈകാരികമായ നിമിഷങ്ങളും പല വൈകാരികമായ കാര്യങ്ങളും അയാളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് പാർട്ടിയാണ്, അടിമുടി പാർട്ടിയാണ് അയാൾ. അതാണ് കഴിഞ്ഞ ദിവസം ഹാഷ്മിയോട് അയാൾ പറഞ്ഞത്. പാർട്ടി തീരുമാനിക്കുന്നു പറഞ്ഞപ്പോൾ ഹാഷ്മി പറഞ്ഞു, നിങ്ങളതിന് പാർട്ടിക്ക് പുറത്താണല്ലോ എന്ന്. അപ്പോൾ രാഹുൽ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, പാർട്ടിയിൽ നിന്ന് എന്നെ ആർക്ക് വേണമെങ്കിലും പുറത്താക്കാം, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് പാർട്ടിയെ പുറത്താക്കണോ എന്ന് ഞാനാണ്. അങ്ങനെ അടിമുടി പാർട്ടിയായിട്ടുള്ള ഒരാൾ
അയാൾ എന്തിന് പാർട്ടി അതും അവസരങ്ങൾ നൽകുമ്പോൾ, പാർട്ടി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാവാനുള്ള പരിഗണനകൾ നൽകുമ്പോൾ പിന്നെ അയാൾ എന്തിന് ഈ പറയുന്ന സ്വതന്ത്രനാവണം, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കണം? ഇനി ഞാനൊരു ഇമാജിനേഷന് വേണ്ടി പറയാണ്, ഇപ്പോൾ രാഹുലാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും പാർട്ടി അയാളോട് പറയാണ് നിങ്ങൾ മാറി നിൽക്കണം, പകരം ഇന്നയാൾ പാലക്കാട് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ രാഹുൽ അതനുസരിച്ച് നല്ല അനുസരണയുള്ള കുട്ടിയായി പാലക്കാട് വന്ന് ആ പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കും, അയാൾ പ്രചരണം നടത്തും. ഇതൊക്കെയുള്ളതാണ്. അപ്പോൾ വെറുതെ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ആർക്ക്, ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു താല്പര്യം, ഒരു ഏറ്റക്കുറച്ചിൽ, ഒരു വേവ് അതുണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കേരളത്തിലെ ഈ സൈബർ അടിമകൾ ഹാൻഡിലുകളിൽ നിന്നും, അതുപോലെ തന്നെ കുറച്ച് സഖാക്കളായിട്ടുള്ള മുൻ DYFIക്കാരായിട്ടുള്ള SFI ക്രിമിനലുകളായിട്ടുള്ള കുറേ എണ്ണം മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. അവരും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ ഇപ്പോൾ പാലക്കാട് മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ രാഹുലിനെ കുറിച്ച് പറയാണ്, അയാൾ ഞാൻ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുമെന്ന് 100% ഉറപ്പുള്ള കേരളത്തിലെ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ട. മനസ്സിലായില്ലേ? അങ്ങനത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്ത് വാർത്ത ഇറക്കണേ? പാർട്ടി സ്ഥാനാർത്ഥിയാക്കില്ല, പാർട്ടി തഴഞ്ഞു, രാഹുലിന് സീറ്റില്ല, അതുകൊണ്ട് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ വാർത്ത കേൾക്കുമ്പോൾ രാഹുലിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇമോഷൻ എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉറപ്പിച്ച ആളുകളുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ രാഹുൽ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്ന് കേൾക്കുമ്പോൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച് രാഹുലുമായി ചർച്ച നടത്തി രാഹുലിന് ഉറപ്പ് നൽകിയ ആളുകളുണ്ടല്ലോ, ചില ആളുകൾ, അവരുടെ മനസ്സിൽ വരുന്ന ഇമോഷൻ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ പൊട്ടന്മാർ, അന്തംഗമി അടിമകൾ ഓരോ മൂലക്കിരുന്ന് ഓരോ ദിവസം ഓരോന്ന് പറയും. ഒരു ദിവസം പറയും രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും, മറ്റൊരു ദിവസം പറയും ഇല്ല പാലക്കാട് പിഷാരടി സ്ഥാനാർത്ഥി, മറ്റൊരു ദിവസം പറയും കെ മുരളീധരന് നിർദ്ദേശം നൽകി, മറ്റൊരു ദിവസം പറയും ഇല്ല ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുൽ മാങ്കൂട്ടൻ തന്നെ നിർദ്ദേശിച്ചു, പിന്നെ ഒരു ദിവസം പറയും ഇല്ല KCയുടെ നോമിനിയായി ഈ പറയുന്ന കണ്ണൻ ഗോപിനാഥൻ വരുന്നു. അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ആയുധങ്ങളും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടവും അതിന് നിർദ്ദേശം നൽകിയ കോൺഗ്രസ് നേതൃത്വവും ഈ വാർത്തകൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ അവരെത്രമാത്രം ചിരിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.